തലസ്ഥാനത്തിൻ്റെ സാംസ്കാരിക ഇടനാഴിയും സംസ്ഥാനത്തെ ആദ്യ നൈറ്റ് ലൈഫ് കേന്ദ്രവുമായ മാനവീയം വീഥിയെ സംബന്ധിച്ചും നൈറ്റ് ലൈഫിൻ്റെ ഭാഗമായി ഒത്തുചേരുന്നവർക്കെതിരെയും കപട സദാചാരവാദികളും പുരോഗമന അവസരവാദികളും നടത്തുന്ന നുണപ്രചാര വേലകൾക്ക് സ്മാർത്ത വിചാരണകളോളം പഴക്കമുണ്ട്. ആധികാരികത അശേഷമില്ലാത്ത ഒരു ശബ്ദ സന്ദേശം പോലീസ് ഉദ്യോഗസ്ഥയുടേതെന്ന് ദുർവ്യാഖ്യാനം ചെയ്താണ് ഗോസിപ്പിങ്ങിനെ വെല്ലും വിധമുള്ള അപസർപ്പക അപവാദ കഥകൾ ചില കോണ്ടന്റ് ക്രിയേറ്റർമാർ റീച്ചിനും സാമ്പത്തിക ലാഭത്തിനും വേണ്ടി മാത്രമായി മാനവീയം വീഥിക്കെതിരെ പടച്ചുവിടുന്നത്. പൊതു ഇടങ്ങളിലെ ശുചിമുറികളിൽ ലിംഗഭേദമന്യേ മനുഷ്യ ശരീരത്തിൻ്റെ സ്വകാര്യ ഭാഗങ്ങൾ വരച്ചും വർണ്ണിച്ചും അശ്ലീലം എഴുതി നിറച്ചും അനിഷ്ടമുള്ളവരുടെ ഫോൺ നമ്പറുകൾ അനുബന്ധം ചേർത്തും കോൾമയിർ കൊള്ളുന്ന സാമൂഹിക വിരുദ്ധരായ മാനസിക രോഗികളുടെ മനോനില ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത്തരം മാനവികതാ വിരുദ്ധങ്ങളായ ഉള്ളടക്കങ്ങൾ നിർമ്മിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും വേണ്ടി വിർച്വൽ റിയാലിറ്റിയുടെ അപരിമേയമായ സ്വാതന്ത്ര്യങ്ങൾ ദുരുപയോഗം ചെയ്യുന്നവർ സ്വായത്തമാക്കുന്ന അനുഭൂതികൾ ശുചിമുറികളിലെ അതേ തുണ്ടെഴുത്തിനപ്പുറം മറ്റൊന്നല്ല. തിരുവനന്തപുരം മാനവീയ റോഡിൽ രാത്രികാലം നടക്കുന്ന ഈ നിയമലംഘനം നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുത്. മാനവീയ റോഡിൽ സ്ഥിരമായി ഡ്യൂട്ടി ചെയ്യുന്ന ഒരു പോലീസുകാരുടെ വോയിസ് റെക്കോർഡ് പുറത്തു വന്നു. നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. നമ്മൾ സ്ഥിരമായിട്ട് മാനവീയം സിറ്റിയിലും അല്ലെങ്കിൽ ടെക്നോ പാർക്കിന്റെ ഏരിയയിലൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു 12-1 മണി കഴിഞ്ഞാല് മാനവീയത്ത് നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എല്ലാ പേരൻസും അറിയേണ്ട കാര്യമാണ്. അച്ഛനും അമ്മയൊക്കെ വിചാരിക്കുന്നത് മക്കൾ ചിലപ്പോൾ ഹോസ്റ്റലിലോ അല്ലെങ്കിൽ PGക്ക് താമസിക്കുന്നിടത്തോ ഒക്കെ കിടന്നുറങ്ങുമായിരിക്കും എന്നാണ്. പക്ഷേ ഒരു 16-17 വയസ്സ് മുതലുള്ള കുട്ടികൾ വരെ നൈറ്റിൽ ഒരു ടൈം കഴിഞ്ഞാൽ അവരെ പിക്ക് ചെയ്തോട്ട് പോകാനായിട്ട് വണ്ടികൾ വരുന്നു. ഇപ്പം മാനവീയത്ത് തന്നെ നമ്മൾ നമ്മുടെ മുന്നിൽ കാണുന്ന കാര്യമാണ്. നമ്മൾ പോലീസുകാർ അവിടെ കാക്കിയിട്ട് വെറുതെ നിൽക്കുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു 12-1 മണിയൊക്കെ കഴിഞ്ഞാൽ ഇവരെ കൊണ്ടുപോകാനായിട്ട് വലിയ വലിയ കാറുകൾ വരുന്നു, ഇവർ പോകുന്നു. നൈറ്റ് ലൈഫ് വേണം, പക്ഷെ നമ്മുടെ പെൺകുട്ടികൾ രാത്രികാലങ്ങളിൽ സുരക്ഷിതരാണോ? തിരുവനന്തപുരം മാനവീയം രാത്രി 12 മണി കഴിഞ്ഞാൽ ഇതൊക്കെയാണ് നടക്കുന്നത്. പല മാതാപിതാക്കളും അവരുടെ പെൺകുട്ടികൾ ഹോസ്റ്റലുകളിലോ റൂമുകളിലോ സുരക്ഷിതമാണെന്നാണ് അവരുടെ വിശ്വാസം. അവർ പറയുന്നത് ഇങ്ങനെയാണ്: 16, 17, 18 വയസ്സുള്ള പെൺകുട്ടികൾ അവിടെ വരുന്നു, വലിയ വലിയ കാറുകൾ അവരെ പിക്ക് ചെയ്തുകൊണ്ട് പോകുന്നു, ഒരു 4 മണി 5 മണിയാകുമ്പോൾ അവിടെ തിരിച്ചിറക്കിയിട്ട് പോകുന്നു. ഇതൊക്കെയാണ് നടക്കുന്നത്. ഈ വിധം പുരോഗമിക്കുന്ന ഉള്ളടക്കം നൈറ്റ് ലൈഫിനെതിരായ ആക്രോശമായി പര്യവസാനിക്കുന്നു. സൂചിത മാനവീയം വിരുദ്ധ വിദ്വേഷ പ്രചരണങ്ങൾക്ക് അനുകൂലമായി ലഭ്യമാകുന്ന കമന്റുകളിൽ മാനവീയത്തെ വേശ്യാലയമായും നിരോധിത ലഹരി വസ്തുക്കളുടെ വിപണന കേന്ദ്രമായും ഫ്രീ സെക്സിന്റെ ഇൻക്യുബേറ്ററായും ദുർവ്യാഖ്യാനം ചെയ്യുന്നു. വസ്തുതകളുടെയോ വിവരങ്ങളുടെയോ പിൻബലമില്ലാത്ത ഈ മാനവീയം വിരുദ്ധതയ്ക്ക് പിന്നിൽ മനുഷ്യർ വിവേചനങ്ങളെയും വേർതിരിവുകളെയും പോരാടി അതിജീവിച്ച് പരസ്പരം ഉൾക്കൊണ്ട് ഇടകലർന്ന് മുന്നേറുന്നതിലുള്ള അസഹ്യമായ അസഹിഷ്ണുതയല്ലാതെ മറ്റൊന്നില്ല. ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ടൊക്കെ സ്ഥിരം വരുന്നൊരു സ്ഥലമാണ് മാനവീയം എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ എപ്പോഴും നൈറ്റ് ലൈഫ് ആസ്വദിക്കുന്ന ഒരു സ്ഥലമാണ്. നല്ല വൈബാണ് ഇവിടെ, നല്ല സേഫാണ് നമ്മളെ കുട്ടികളെന്നൊക്കെ പറയുന്നത്. അപ്പം മാനവീയത്തിനെതിരെയുള്ള ഈ തെറ്റായ പ്രചരണം സമൂഹത്തിന് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മാനവീയം സ്ത്രീകൾക്ക് ഏറ്റവും നല്ല സേഫായിട്ടുള്ള സ്ഥലമാണ്. ഏത് രാത്രിയാണെങ്കിലും നമുക്കിവിടെ വളരെ സുരക്ഷിതമായി തന്നെ നമുക്ക് ഏത് രാത്രിയാണെങ്കിലും യാത്ര ചെയ്യാനും അതുപോലെ തന്നെ ഇവിടെ വന്ന് ഇരിക്കാനും ഒക്കെ ഉള്ള നല്ല സൗകര്യമുള്ള സ്ഥലം തന്നെയാണ്. പണ്ട് മുതലേ മാനവീയം വീഥി എന്ന് പറയുന്നത് വളരെ സുരക്ഷിതമായ സ്ഥലം തന്നെയാണ്. രാപ്പകൽ ഭേദമന്യേ വയോജനങ്ങൾ, ഭിന്നശേഷിതർ, ട്രാൻസ്ജെൻഡർ വ്യക്തികൾ, കുട്ടികൾ, സ്ത്രീകൾ, ഹാർഡ് ഓഫ് ഹിയറിംഗ് സമൂഹം, കാഴ്ച പരിമിതർ, ഓട്ടിസ്റ്റിക് സവിശേഷതർ, യുവത, ജെൻസി, ജെൻ ആൽഫ അടക്കം 500-നും 700-നും ഇടയിലുള്ള മനുഷ്യരാണ് ആത്മപ്രകാശനത്തിനും ആത്മാവിഷ്കാരത്തിനും സൗഹൃദത്തിനും വെറുതെ സൊറ പറഞ്ഞിരിക്കുന്നതിനുമെല്ലാമായി കലാസാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രമായ ഈ എക്സ്ക്ലൂസീവ് ഇടത്തെ സഹർഷം പ്രയോജനപ്പെടുത്തുന്നത്.
മാനവീയത്തിൻ്റെ നൈറ്റ് ലൈഫിനെ കുറിച്ച്, അതായത് ഇവിടെ വരുന്ന സ്ത്രീകളെ കുറിച്ച് അതൊരു തെറ്റായൊരു പ്രചാരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തെറ്റായ, കാരണം ഞാൻ വർഷങ്ങളായിട്ട് ഇവിടെ വരുന്ന ഒരാളാണ്. ഇവിടെ വരുന്ന എല്ലാ സ്ത്രീകളും മോശക്കാരാണ് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രചാരണമാണ് നടക്കുന്നത്. അത് തികച്ചും തെറ്റായൊരു പ്രചാരണമാണ്. കാരണം മാനവീയത്തിൻ്റെ നൈറ്റ് ലൈഫിനെ കുറിച്ച് അറിയണമെങ്കിൽ ഈ കേട്ടറിഞ്ഞ കാര്യങ്ങളല്ല, ഇവിടെ വന്ന് അനുഭവിക്കുന്ന കാര്യങ്ങൾ വേണം പറയാൻ വേണ്ടി. 2001 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ മാനവീയം പദ്ധതിയുടെ ഭാഗമായാണ് ഈ വീഥിയെ മാനവീയം എന്ന് നാമകരണം ചെയ്യുന്നത്. മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി MA ബേബിയാണ് മാനവീയം എന്ന ആശയം രൂപകൽപ്പന ചെയ്തത്. തിരുവനന്തപുരം നഗരസഭയുടെ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായാണ് 180 മീറ്റർ ദൈർഘ്യമുള്ള മാനവീയം സാംസ്കാരിക ഇടനാഴിയുടെ പുനർനവീകരണവും ഉദ്ഘാടനവും 2023 ഓഗസ്റ്റ് മാസം 27 നടന്നത്. 2023 നവംബർ 1 കേരളപ്പിറവിയോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാർ മാനവീയം വീഥിയെ സംസ്ഥാനത്തെ ആദ്യത്തെ നൈറ്റ് ലൈഫ് കേന്ദ്രമായി പ്രഖ്യാപിച്ചു. 24/7 പ്രവർത്തിക്കുന്ന പോലീസ് എയ്ഡ് പോസ്റ്റ്, നിരീക്ഷണ ക്യാമറകൾ, കർമ്മനിരതരായ പോലീസ് ഉദ്യോഗസ്ഥർ, വാഷ്റൂം അടക്കമുള്ള നിരവധിയായ അടിസ്ഥാന സൗകര്യങ്ങളാണ് മാനവീയം വീഥിയിലുള്ളത്. പൊതു സ്വകാര്യ ഇടങ്ങളിലെ സ്ത്രീ പുരുഷ വിവേചനത്തെ ഘട്ടം ഘട്ടമായി അവസാനിപ്പിച്ച് ലിംഗ സമത്വത്തിലും ജെൻഡർ ഇക്വാലിറ്റി, ലിംഗ നിഷ്പക്ഷതയിലും ജെൻഡർ ന്യൂട്രാലിറ്റി അധിഷ്ഠിതമായ നവകേരളം രൂപപ്പെടുത്തുന്നതിനാണ് നൈറ്റ് ലൈഫ് അടക്കമുള്ളവ 2ാം പിണറായി വിജയൻ സർക്കാർ നടപ്പിലാക്കിയത്. എന്നാൽ വിവേചനങ്ങളെ രൂപപ്പെടുത്തിയ സാമൂഹിക സംവിധാനങ്ങളെ ബോധപൂർവം നിലനിർത്തി അതിന് കാരണമായ ഉത്പാദന രീതികളും സാമ്പത്തിക സാഹചര്യങ്ങളും വ്യാജമായ പൊതുബോധ നിർമ്മിതിയിലൂടെ ശക്തിപ്പെടുത്താനാണ് സെൻസേഷനലിസത്തിന് പ്രാധാന്യം നൽകുന്ന ചില ഉള്ളടക്ക നിർമ്മാതാക്കൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന സ്ത്രീകൾക്ക് ആയാലും പുരുഷന്മാർക്കായാലും നല്ല സൗഹൃദവും അതുപോലെ തന്നെ നല്ല അന്തരീക്ഷവും, ഉദ്യാനത്തിൽ നമ്മൾ പോയി ഇരിക്കുന്നത് പോലെയുള്ള ഒരു പ്രതീതിയാണ് മാനവീയം വീഥിയിൽ വന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്നത്. മാനവീയം വീഥിയിലെ നൈറ്റ് ലൈഫ് സാംസ്കാരികവും സാമൂഹികവുമായ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ സുപ്രധാനമായിട്ടുള്ള പങ്കാണ് വഹിക്കുന്നത്. വിവിധ സമൂഹങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഭൗതിക ഇടമായി പ്രതിപ്രവർത്തിക്കുന്നതിനോടൊപ്പം കലാപരമായ മുന്നേറ്റങ്ങളുടെ പ്രഭവ കേന്ദ്രം എന്ന നിലയിലും നൈറ്റ് ലൈഫ് പ്രവർത്തിക്കുന്നുണ്ട്. പകലിൽ നിന്നും വ്യത്യസ്തമായി വിഭിന്നങ്ങളായ വിഭാഗങ്ങൾക്ക്, വിശേഷിച്ച് പാർശ്വവൽകൃത സമൂഹങ്ങൾക്ക് മാനവീയത്തിന് നൈറ്റ് ലൈഫ് അന്തസ്സിലൂന്നിയ ദൃശ്യതയും സ്വാതന്ത്ര്യവുമാണ് സാധ്യമാക്കുന്നത്. സൗഹൃദങ്ങളിലൂന്നിയ അനുഭവങ്ങളുടെ പങ്കുവയ്പ്പുകളിലൂടെ, ഊർജ്ജസ്വലമാകുന്ന രാപ്പകലുകളിലൂടെ സാമൂഹികവും സാമ്പത്തികവുമായ അധികാര ശ്രേണികൾ അലിഞ്ഞ് ഇല്ലാതെയാകുന്നു. അത് പരസ്പരാശ്രയത്വം സാധ്യമാക്കുന്നു. വ്യക്തി സ്വാതന്ത്ര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ വിവിധ ലിംഗത്വങ്ങൾ തമ്മിലുള്ള ഇടകലരലിലൂടെ നിയന്ത്രണ സ്വഭാവമുള്ള പരമ്പരാഗത സാമൂഹിക അതിരുകളെ അതിജീവിച്ച് ആധുനികമായ ജീവിത ശൈലി രൂപപ്പെടുത്താൻ മാനവീയത്തിന്റെ നൈറ്റ് ലൈഫ് ഒരു ജനതയെ ആകെ സ്വയം പര്യാപ്തമാക്കുന്നു. ഭരണവർഗത്തിന്റെ ചൂഷണങ്ങൾക്കും അധിനിവേശങ്ങൾക്കുമെതിരായ സാംസ്കാരിക പ്രതിരോധങ്ങളുടെ ഉല എന്ന നിലയിലും മാനവീയം സാംസ്കാരിക ഇടനാഴി അതിൻ്റെ വർഗ സംസ്കാര ഗരിമ ഉയർത്തിപ്പിടിക്കുന്നു. വിജയണ്ണന്റെ ചായക്കടയിലെ പല രുചികളിലെ ചായരസങ്ങളിൽ പുരോഗമിക്കുന്ന സൗഹൃദങ്ങളുടെ കാറ്റ്, ദേവരാജൻ പി ഭാസ്കരൻ മാസ്റ്റർ വയലാർ അർദ്ധകായ പ്രതിമകൾക്ക് മേലുരസി മാധവിക്കുട്ടിയുടെ ഓർമ്മകളെ അഭിസംബോധന ചെയ്യുന്ന നീർമാതള ചുവട്ടിലെ ഓളം ബാൻഡിൻ്റെ പാട്ടുകൂട്ടങ്ങളിലേക്ക് പടർന്നെത്തുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് മാനവീയം. എല്ലാവരും ഇവിടെ വരണം, സന്തോഷിക്കണം. പൊതു ഇടങ്ങളിലെ രാത്രികളിൽ ഫിസിക്കലായും സാമൂഹ്യ മാധ്യമങ്ങളിലെ രാത്രികളിൽ ഓൺലൈനായും കാണപ്പെടുന്ന സ്ത്രീകളുടെ ക്യാരക്ടർ സ്ട്രെങ്ത്, മൊറാലിറ്റി എന്നിവകൾക്ക് മാർക്കിടാൻ വെമ്പി നിൽക്കുന്ന സദാചാര പോലീസിംഗ് ഒരു ഭാഗത്ത്, അങ്ങനെയുള്ളവർ അക്സസബിൾ ആണെന്ന മുൻധാരണയിലൂന്നിയ ആശയപരവും പ്രായോഗികവുമായ കടന്നുകയറ്റങ്ങൾ മറുഭാഗത്ത്, അനൈതികമായ പ്രസ്തുത വലത് പാട്രിയാർക്കൽ വ്യാജ പൊതുബോധ നിർമ്മിതിയുടെ ഉൽപ്പന്നമാണ് മാനവീയം വീഥിക്കും നൈറ്റ് ലൈഫിനുമെതിരായ കൽപ്പിത കഥകൾ. വിമൻസ് ഹോസ്റ്റലുകൾക്കരികിലെ പൊന്തക്കാടുകളിൽ പാത്തിരുന്ന് ഇൻ പേഴ്സൺ ഫ്ലാഷിംഗ് നടത്തുന്ന മാനസികാവസ്ഥ ഇതുക്കും
മേലെയേ അല്ല താഴെയും. വേർതിരിവുകൾ അന്യമായ രാപ്പകലുകൾ ലിംഗഭേദമന്യേ ജനതയുടെ മൗലികാവകാശമാണ്. നാടെങ്ങും മാനവീയങ്ങൾ ഉണ്ടാകട്ടെ. രാത്രി ജീവിതങ്ങളും വന്നാലും നമുക്ക് മാനവീയമാകാം.